ഒരു രാത്രിയും രണ്ട് പകലുമായി തുടരുന്ന രക്ഷാദൗത്യം തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ നടക്കുകയാണ്. ജോയിക്കായി കേരളത്തിൻ്റെ എല്ലാ സന്നാഹങ്ങളും 28 മണിക്കൂറിനപ്പുറവും സജീവമായി നീങ്ങുകയാണ്. ലക്ഷ്യം അങ്ങേയറ്റം ദുഷ്കരമായിട്ടും ഒരു കൂട്ടം മനുഷ്യരുടെ നിശ്ചയദാർഢ്യം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ വകഞ്ഞു മാറ്റി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. പ്രതീക്ഷയുടെ ഒരു കൈപ്പിടി അകലത്തെങ്കിലും ആ മനുഷ്യൻ എത്തിപ്പെടുമെന്ന വിശ്വാസത്തിൽ ശ്വാസം പോലും നിലച്ചു പോകുന്ന മാലിന്യക്കയത്തിലേക്ക് നിലയില്ലാതെ പരതുകയാണ് ഒരു പറ്റം മനുഷ്യജീവനുകൾ. അവരൻ്റെ ജീവനായി കാത്തിരിപ്പിന് മണിക്കൂറുകൾ ആധിയുടെ അനിശ്ചിതത്വം പുകയുമ്പോൾ ഒരു ഭരണം സംവിധാനം ഇപ്പോഴും ഇച്ഛാശക്തിയോടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ ആമയിഴഞ്ചാൻ തോട്ടിൽ കേരളത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമെന്തായിരിക്കുമെന്ന കാത്തിരിപ്പിലാണ് നമ്മൾ. ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ചില കേന്ദ്രങ്ങളുടെ അനാസ്ഥ കൂടിയാണ്. 30 മണിക്കൂറായി നാം രക്ഷാപ്രവർത്തനം നടത്തുന്നു. സംസ്ഥാനത്തിൻ്റെ ഫയർഫോഴ്സ് ഊളിയിട്ട് താഴേക്ക് തപ്പുന്നു. അവരുടെ ജീവൻ പോലും അപകടത്തിലായി നീങ്ങുന്ന നിമിഷം. പക്ഷേ അനാസ്ഥയുടെ ട്രാക്കുകൾക്ക് മുകളിൽ സിഗ്നലിട്ട് ഇരിക്കുന്ന റെയിൽവേ യമാനന്മാരുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും വർഷങ്ങളായി കൂടി നമ്മളടക്കം പുറംതള്ളുന്ന മാലിന്യങ്ങളൊന്നും വൃത്തിയാക്കാതെ ഇരിക്കുന്ന റെയിൽവേയുടെ അനാസ്ഥ ഈ ഘട്ടത്തിൽ നാം പരിശോധിക്കേണ്ടത് കൂടിയാണ്. വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടത് കൂടിയാണ്. ഇപ്പോഴിതാ കോർപ്പറേഷൻ റെയിൽവേക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. VK പ്രശാന്ത് MLA, ഒപ്പം രാജ്ഗോപാൽ കമ്മത്ത്, ഒപ്പം G ഗോപകുമാർ റിട്ടയർഡ് ഫയർ ഓഫീസറാണ്. റിട്ടയർഡ് ഫയർ ഓഫീസറല്ല, മുൻ ഫയർ ഓഫീസറാണ്. പ്രതാപ് റിട്ടയർഡ് ഫയർ സ്റ്റേഷൻ ഓഫീസറാണ്. ഇവരൊക്കെയാണ് ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, നാം പുറംതള്ളുന്ന മാലിന്യമാണ്, അത് പ്രകൃതിക്ക് ദോഷമുണ്ടാകും എന്ന് നാമൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ആ മാലിന്യമെല്ലാം അടിഞ്ഞുകൂടിയിട്ട് അതിൻ്റെ പ്രകടമായ ദോഷഫലം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഫയർഫോഴ്സിലെ ജീവനക്കാർ, നമ്മെപ്പോലെയുള്ള മനുഷ്യർ ആ മുങ്ങാങ്കുഴി ഇടുന്നത് കാണുന്ന ദൃശ്യങ്ങൾ പോലും കാണുന്നു. ഒരു ജീവന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലേക്കാണ്. അത്രയേറെ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നു. എവിടെയാണ് ഈ പരാജയമൊക്കെ? ഇത് റെയിൽവേയുടെ സ്ഥലമാണ്. ഇത് റെയിൽവേയുടെ സ്ഥലമാണ്. ഹലോ. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്. ഹലോ, കേൾക്കാമോ ശ്രീ കമ്മത്ത്? ഹലോ. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ G ഗോപകുമാറിലേക്ക്. ശ്രീ G ഗോപകുമാർ, അതായത് ഫയർഫോഴ്സിൻ്റെ വളരെ ശ്ലാഘനീയമായ പ്രവൃത്തി, അതായത് ഒരു ജീവന് വേണ്ടി ജീവൻ പണയം വെച്ചവർ നീങ്ങുകയാണ്. 15 മിനിറ്റ് ഇടവേള കൊടുക്കണം. കാരണം വളരെ ദുർഘടമായ പാത, മാത്രമല്ല വിഷമാലിന്യങ്ങൾ ശ്വസിച്ചുകൊണ്ട് ഇതിനൊക്കെ ഇടയിലൂടെയാണ് അവർ നീങ്ങിപ്പോകുന്നത്. നമുക്കതിന് അടുത്തുകൂടി നടന്നു പോകാൻ പോലും, കയ്യിൽ മാലിന്യം പറ്റിയാൽ 100 വട്ടം സോപ്പിട്ട് കഴിയുന്ന മലയാളി ഓർക്കണം ആ എഫർട്ടുകളെക്കുറിച്ച്. അതുകൊണ്ട് അത് ശ്ലാഘിക്കാതെ വയ്യ ഈ ഘട്ടത്തിൽ. പക്ഷേ ജോയിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് ഇത് കാണുമ്പോഴുള്ള പ്രതിബന്ധങ്ങൾ? ഏതൊക്കെ തരത്തിലാണ് ഒരു മുൻ ഫയർ ഓഫീസർ എന്ന നിലയിൽ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ, താങ്ക് യു നിമിഷ. ഇത് ഈ പറഞ്ഞ 1.5 ദിവസത്തിലേറെയായി ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള രക്ഷാദൗത്യം വളരെ ശ്ലാഘനീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും അവരോടൊപ്പമുള്ള മറ്റ് രക്ഷാപ്രവർത്തകരും ചെയ്തു വരികയാണ്. ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഒരു മനുഷ്യജീവന് വേണ്ടി ഇക്കഴിഞ്ഞ പകർച്ചവ്യാധികളുടെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ഭീതി മാറാത്ത ഒരു കാലഘട്ടത്തിൽ പോലും വളരെ മലീമസമായ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് വർഷങ്ങളായുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് മനുഷ്യന് മുൻപോട്ട് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഖരാവസ്ഥയിലുള്ള മാലിന്യ നിക്ഷേപവും, ഏറ്റവും അടിയിൽ ഭാഗത്ത് ഒരു സ്ലറി, അതായത് കുഴഞ്ഞ ഒരു കുഴമ്പ് പരുവത്തിലുള്ള മാലിന്യവും നിറഞ്ഞ ഒരു ഇടുങ്ങിയ തോട്ടിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്.
സാധാരണഗതിയിൽ അഴുക്കുചാലുകൾ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള മാൻഹോളുകളോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് തുറക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം 120 മീറ്ററോളം നീളത്തിൽ റെയിൽവേ ട്രാക്കുകൾ പോകുന്ന ഒരു വലിയ പ്രതലത്തിന് അടിയിലൂടെയാണ് ഈ ഒരു ടണൽ അല്ലെങ്കിൽ തുരങ്കം പോലെയുള്ള ഈ ഓട പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നവരെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ സാധാരണഗതിയിലുള്ള ഓടയിൽ നിന്ന് വ്യത്യസ്തമായ അവിടുത്തെ അഴുക്കിൻ്റെ അവസ്ഥ, ഇത് കൂടാതെ രോഗജന്യമായ സാഹചര്യങ്ങൾ, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഇനി മൂന്നാമത്തത് ഇതിലേക്കാൾ ഭയാനകമായ അവസ്ഥയാണ്. കാരണം ഒരുപാട് നാളുകളായി ചീഞ്ഞളിഞ്ഞ്, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത്രയും ചീഞ്ഞ് മാറിയ ഒരു മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയിൻ, അമോണിയ തുടങ്ങിയ വിഷവാതകങ്ങളാണ് അവിടെ ഉള്ളത്. അവയെ വിഷവാതകം എന്ന് പറയുന്നത് ഒരുപക്ഷെ അകത്തേക്ക് കയറുന്ന ഒരാൾ യാദൃശ്യമായി അത് ശ്വസിക്കാനിടയായാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ബോധം കെടുത്തുന്നില്ല. അതായത് തിരിഞ്ഞോടാൻ ഒരു സമയം പോലും, അല്ലെങ്കിൽ തിരിഞ്ഞു പിന്നിലേക്ക് പിന്മാറാനായി ഒരു ഇടവേള പോലും കൊടുക്കാതെ ഇത്തരം വാതകങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും, ബോധക്ഷയം സംഭവിക്കും. അപ്പോൾ ഇവിടെ മുമ്പ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇതിൽ ഈ വൃത്തിയാക്കൽ ജോലികൾക്കായി കയറിയ ജോയി എന്ന് പറയുന്ന അത് പരിശീലനമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹം അവിടെ കയറുന്ന സമയത്ത് ഇതേ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അത്തോട്ട് കയറി മാലിന്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാതകത്തിൻ്റെ നിർഗമനം, പെട്ടെന്നുള്ള നിർഗമനം, അദ്ദേഹം മോൾ ഭാഗം തുറന്നപ്പോഴോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴോ ഉള്ള ഒരു ചെറിയ നിർഗമനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോധം ചിലപ്പം പോയിട്ടുണ്ടാവാം. കുത്തൊഴുക്ക് തൊട്ടു പുറകെ വന്ന മഴവെള്ളപ്പാച്ചിലെ ഒരു ഫ്ലാഷ് ഫ്ലഡിങ്ങിൻ്റെ തള്ളൽ കൊണ്ടാണ് അദ്ദേഹം അകത്തോട്ട് പോയതെങ്കിലും ഈ ഗ്യാസുകളുടെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവൻ അപകടത്തിലാക്കാൻ തീർച്ചയായും അത് വളരെ കാതലായ കാര്യമാണ്. ശ്രീ പ്രതാപിലേക്ക് കൂടി തീർച്ചയായിട്ടും ശ്രീ ജി ഗോപകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് തന്നെയാണ്. കാരണം ഇത്രയേറെ ഹസാഡസ് ആയിട്ടുള്ള, ഇത്രയേറെ വിഷ നിർഗമനം സാധ്യമാക്കുന്ന ആ ഓടയിലേക്കാണ് ഒരു സുരക്ഷാ മാർഗവുമില്ലാതെ റെയിൽവേ ഈ 3 തൊഴിലാളികളെ പറഞ്ഞു വിട്ടത്. ഒരു സുരക്ഷാ മാർഗവുമില്ലാതെ. ശ്രീ ഗോപകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന സ്ഥലത്ത് തീർച്ചയായും കേൾക്കാം അവിടെ ഈ പറയുന്ന ഒരു ഓട എന്ന് പറയുന്ന സ്ഥലത്ത് അത് വൃത്തിയാക്കലിനായിട്ട് ആളിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആരാണോ അവരെ ചുമതലപ്പെടുത്തുന്നത്, എനിക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല, ആര് തന്നെ ചുമതലപ്പെടുത്തിയാലും ആ തൊഴിലാളിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്നത് അത് ഇറക്കുന്ന ആളിൻ്റെ ചുമതലയാണ്. അപ്പം നമ്മളൊരു സാധാരണ വീട് വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് ജോലിക്ക് നിയോഗിക്കുന്ന പോലെ അല്ല ഇത്തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളുടെ സാന്നിധ്യവും അതും പകർച്ചവ്യാധികളുടെ സാന്നിധ്യവും. ഇത് കൂടാതെ നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന വിസർജ്യങ്ങളുണ്ടെങ്കിൽ കോളിഫോം ബാക്ടീരിയയും, അതിലേറെ ശുദ്ധജലത്തിലാണെങ്കിൽ പോലും നെഗ്ലേറിയ ഫൗളേറി പോലുള്ള അമീബയുടെ വിഷയങ്ങൾ വരെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ മലിനമായ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനായി നിയോഗിക്കപ്പെടുന്ന ഒരാളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തേണ്ടുന്നത് അത് ആര് നിയോഗിച്ചാലും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം വി കെ പ്രശാന്ത് MLA കൂടിയുണ്ട്. ശ്രീ വി കെ പ്രശാന്ത് MLA, കേൾക്കാമെങ്കിൽ താങ്കൾക്ക്, അതായത് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ചില മാധ്യമങ്ങളും ചില കുൽസിത കേന്ദ്രങ്ങളും വ്യാപകമായി പെട്ടെന്ന് കുതിര കയറാമെന്ന അർത്ഥത്തിൽ ആദ്യം കോർപ്പറേഷനെതിരെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മേയറും ഡെപ്യൂട്ടി മേയറും മന്ത്രി വി ശിവൻകുട്ടിയും താങ്കളും ഒക്കെ അടക്കമുള്ളവർ അവിടെ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ വസ്തുതകൾ മാധ്യമങ്ങളോട് വിവരിക്കുകയും ചെയ്ത ഘട്ടത്തിന് ശേഷമാണ് ഈ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത്. ഇപ്പോൾ ആർക്കും റെയിൽവേയുടെ അനാസ്ഥയായപ്പോൾ വലിയ രീതിയിൽ വാർത്തയാക്കേണ്ട വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ്. ഇതൊക്കെ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ പുറന്തള്ളാതെ അവിടെ കെട്ടിക്കിടുന്നത്. ഇത് ആരുടെ അനാസ്ഥയാണ്? അതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണ്ടേ? പൊതിഞ്ഞു വെക്കാനാകില്ല ഇനി. ശ്രീ വി കെ പ്രശാന്ത്. തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരസഭയും ജില്ലാ ഭരണകൂടവും മന്ത്രിമാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വലിയ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ഇപ്പോൾ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, ഇപ്പോൾ NDRFൻ്റെ സംഘം ഇവിടെയുണ്ട്, ഫയർഫോഴ്സിൻ്റെ സംഘമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നഗരസഭയുടെ ശുചീകരണ വിഭാഗം ജീവനക്കാരുണ്ട്, സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നേവിയുടെ അടക്കം സഹായം കളക്ടർ തേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പരമാവധി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ജോയിയെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള പരിശ്രമം
നഗരസഭയും ജില്ലാ ഭരണകൂടവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നഗരത്തിലെ വെള്ളക്കെട്ടടക്കം പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കനാലാണ് ഈ റെയിൽവേ, നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന ഈ കനാൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓപ്പറേഷൻ അനന്ത സമയത്ത് വലിയ പ്രഷർ നടത്തിക്കൊണ്ടാണ് അന്ന് ഈ കനാൽ ശുചീകരിച്ചത്. അതിനുശേഷം 2018 അത്തരമൊരു പരിശ്രമം നടത്തി. അന്ന് നഗരസഭ അധികൃതർക്കെതിരെ കേസ് പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തവണ ബഹുമാനപ്പെട്ട മേയർ റെയിൽവേക്ക് നോട്ടീസ് നൽകി ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഏർപ്പെടുത്തിയ ശുചീകരണ വിഭാഗം തൊഴിലാളികളാണ് പണിയെടുത്ത് അതിൽ ജോയി ഈ നിലയിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളത് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ മുൻ മേയർ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കനാലാണെങ്കിൽ കൂടിയും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു കനാലാണിത്. സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ സ്വാഭാവികമായിട്ടുള്ള അനുമതികൾ ഉണ്ടെങ്കിൽ മാത്രമേ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഈ പ്രദേശത്ത് ഒരു ക്ലീനിങ് നടപടി സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത്തരമൊരു പരിസ്ഥിതി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ മാലിന്യം നീക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നഗരസഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഹരിതകർമ്മസേന, ആ ഹരിതകർമ്മസേന ഇപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് പ്ലാസ്റ്റിക് ശേഖരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിച്ചെറിയാനുള്ള സാഹചര്യം നഗരത്തിലില്ല. പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ ചില ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമമാണ് കാലാകാലങ്ങളിൽ നമ്മൾ നടത്താറുള്ളത്. സാധാരണ നമ്മളെല്ലാ മഴക്കാലത്തിന് മുമ്പും റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തും പുറകുവശത്തുമുള്ള മാലിന്യങ്ങൾ JCB ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യാധ്വാനം ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് കാലാകാലങ്ങളിൽ നടത്താറുള്ളത്. റെയിൽവേയുടെ അകത്തേക്കുള്ള പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി റെയിൽവേ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ജനകീയനായ വ്യക്തിത്വമായിരുന്നു താങ്കൾ. മേയർ ബ്രോ എന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിലടക്കം താങ്കളെ സ്നേഹപൂർവ്വം വിളിച്ചത്. അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, പലരും ഓർമ്മശക്തിയെ പരിഹസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ അനന്തയുടെ ഘട്ടത്തിലും ഈ 2018 പ്രളയത്തിന് ശേഷവുമൊക്കെ ഏതർത്ഥത്തിലായിരുന്നു റെയിൽവേയുടെ നിസ്സഹകരണം? എന്തൊക്കെ എഫർട്ടുകളായിരുന്നു അന്ന് കോർപ്പറേഷൻ എടുക്കേണ്ടി വന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2018-19 കാലത്തെ പ്രളയ സമയത്ത് അന്ന് തിരുവനന്തപുരം മുങ്ങാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് ഞങ്ങൾ നഗരസഭ വളരെ പ്രഷർ ചെയ്ത് റെയിൽവേയെ നിർബന്ധിച്ച് ആ ക്ലീനിങ്ങിന് വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നഗരസഭ പൂർണ്ണമായിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. റെയിൽവേയുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് കൂടി ബഹുമാനപ്പെട്ട MP-യും മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരും പറയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ശശി തരൂർ റെയിൽവേ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, മാലിന്യ നിർമ്മാർജ്ജനം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലുള്ള തലസ്ഥാന നഗരത്തിൻ്റെ ചുമതലയുള്ള ആളെന്ന നിലയിൽ റെയിൽവേയിൽ കൂടി ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സഹായം നൽകണം. അദ്ദേഹത്തിൻ്റെ ചുമതല അതാണ്. അപ്പോൾ ആ നിലയിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാകാതെ പരസ്പരം കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. ഇതൊരു ഏകോപനത്തിൻ്റെ വിഷയമാണ്. റെയിൽവേയും നഗരസഭയും ഇറിഗേഷൻ വകുപ്പും മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും PWDയും എല്ലാവരും ചേരുമ്പോൾ മാത്രമേ ക്ലീനിങ് സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളിത് ചില ചർച്ചകൾ കേട്ടാൽ തോന്നും നഗരസഭയുടെ അധീനതയിലാണ് ഈ പറഞ്ഞ എല്ലാ കനാലുകളും. അല്ലല്ലോ. നഗരസഭ റോഡുകളുടെ സമീപത്തുള്ള ഓടകളുടെ ചുമതലയാണ് നഗരസഭയ്ക്ക് വരുന്നത്. ബാക്കി PWD റോഡുകളുണ്ട്, ഇറിഗേഷൻ കനാലുകളുണ്ട്, മറ്റ് വലിയ കനാലുകളുണ്ട്, ആറുകളുണ്ട്, കായലുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ട്. ഇത് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത യോഗത്തിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ ഭാഗത്തെ ക്ലീനിങ് പരിപാടികൾ എല്ലാ വർഷവും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് തലസ്ഥാന നഗരസഭയെ മാത്രം ബ്ലെയിം ചെയ്ത് കൊണ്ടുപോകുന്നത് ശരിയായ രീതിയല്ല. ഇത് ഏകോപനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനെല്ലാവരും യോജിക്കണം. നഗരസഭ യോജിക്കണം, റെയിൽവേ യോജിക്കണം. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും യോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇപ്പോൾ കോർപ്പറേഷൻ ഒരു നിയമ നടപടിക്ക് റെയിൽവേക്കെതിരെ നീങ്ങുകയാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ഒന്ന്, ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യം ഇതൊക്കെ വർഷങ്ങളായി ട്രെയിനുകൾ നൂറുകണക്കിന് ട്രെയിനുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മാസങ്ങളിൽ കടന്നു പോകുന്ന തമ്പാനൂർ പോലെയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ മാലിന്യം ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മാർഗങ്ങളും റെയിൽവേ ചെയ്യുന്നില്ല. റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്കൊന്നും കയറാനും കഴിയില്ല. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ട് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും.
അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് റെയിൽവേ തീർക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ആരാണ് ചെയ്യേണ്ടത്? വർഷങ്ങളായുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവേഴ്സ് ടീമൊക്കെ അതിൻ്റെ അടിയിൽ ചെന്നപ്പോൾ ഉറച്ചുപോയ മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് അടക്കം. ഇതൊക്കെ അങ്ങ് തള്ളുകയായിരുന്നു റെയിൽവേ. എന്തൊരു അനാസ്ഥയാണ്. റെയിൽവേയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തും അതുപോലെ തന്നെ NGTയുടെ പരിശോധനയ്ക്കകത്തും റെയിൽവേ സ്റ്റേഷനകത്തും പരിസരങ്ങളിലും നടത്തേണ്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഒന്ന്, ഇവിടെ സീവേജ് പ്ലാന്റ് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട്, റെയിൽവേകളിൽ അല്ലെങ്കിൽ കോച്ചുകളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ റെയിൽവേ വിശദീകരിക്കണ്ടേ? അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവിടെ ഇത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള ഒരു വലിയ സംവിധാനത്തിനകത്ത് ഇത് വേണ്ടേ? അപ്പോൾ റെയിൽവേ പോലുള്ള ഒരു സംവിധാനത്തിനകത്ത് അത് ഒരുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ബോഗിയിൽ നിന്നും 100 കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ഡിസ്പോസലുകളും ഉണ്ടാകും. അത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ? ഇവിടെ കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട കരാറുകാരൻ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കുറച്ച് നമുക്കറിയാം, തൊട്ടപ്പുറത്ത് തമ്പാനൂരിൽ തന്നെയുള്ള നഗരസഭയുടെ കോർപ്പറേഷൻ്റെ പാർക്കിംഗ് സ്ഥലത്തും റെയിൽവേയുടെ പാർക്കിംഗ് സ്ഥലത്തും ഇൻസിനേറ്റർ വെച്ചിട്ടുണ്ട്. കുറച്ച് മാലിന്യം അവിടെ കത്തിച്ചു പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ എനിക്കൊന്ന് വളരെ നാളുകളായി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിനേഷൻ നടക്കുന്നതായിട്ട് അറിയുന്നില്ല. ഇൻസിനേഷൻ അനുവദനീയവുമല്ല. അപ്പോൾ ബാക്കി മാലിന്യം മുഴുവനായിട്ട് നമുക്കറിയാം ഈ മാൻഹോളിലൂടെ ആമയിഴഞ്ചൻ തോടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടുന്ന് കോരിയെടുത്ത മാലിന്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അത് കൂടുതലും റെയിൽവേയിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് പാക്കറ്റുകളുമാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും കൈകഴുകാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നഗരസഭയെ സംബന്ധിച്ച് മുൻമേയർ എന്ന നിലയിൽ വളരെ ഉത്തരവാദിത്തത്തോടെ എനിക്ക് പറയാം, ആ സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിന് സഹായകമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എവിടം വരെയായി രക്ഷാപ്രവർത്തനം എന്ന കാര്യങ്ങളിലേക്ക് ഞാൻ താങ്കളിലേക്ക് ഉടനെ വരാം. മറ്റതിഥികളിലേക്ക് ഒന്ന് പോയതിനു ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. ദയവായി തുടരൂ. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, ഈ അർത്ഥത്തിലാണ്, അതായത് മാലിന്യ സംസ്കരണത്തിന് ഓരോ പൗരനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും MP-ക്കും MLA-ക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്, റെയിൽവേക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇതൊക്കെ സംയോജിച്ച് നടക്കണം. ഇപ്പോൾ നോക്കൂ, റെയിൽവേയുടെ ഭാഗങ്ങളുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമുകളുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ വർഷങ്ങളായുള്ള കരമാലിന്യം ഒരു പ്രശ്നവുമില്ലാതെ അങ്ങ് തള്ളുകയാണ് എന്നത് മാത്രമല്ല, ഇപ്പോൾ ക്ലീനിങ്ങിനായി കോൺട്രാക്റ്റിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലോ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലോ ഒന്നും ഇത്തരത്തിൽ മാനുവലായി ആരെയും ഇങ്ങനെയുള്ള അപകട സ്ഥലങ്ങളിലേക്ക് ഇറക്കുന്നില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോബോട്ടുകളുടെയും അതിൻ്റെ എക്യുപ്മെൻറ്റുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരത്തിൽ ദുഷ്കരമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യാവൂ എന്നൊരു രീതിയിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരം മാറി. പക്ഷേ റെയിൽവേ നോക്കൂ, ഈ 3 തൊഴിലാളികളെ ഒരു സുരക്ഷിതത്വവുമില്ലാതെയാണ് അവരെ ആമയിഴഞ്ചാനിലേക്ക് ഇറക്കി വിട്ടത്. ഈ വിഷവാതകം പുറന്തള്ളുന്ന ഈ ആമയിഴഞ്ചാൻ തൊട്ടിലേക്ക് ഒരു മനുഷ്യൻ ബോധം കെട്ടാണ് അതിലേക്ക് ഒഴുകിപ്പോയത്. അവനായാണ് തിരച്ചിൽ നടത്തുന്നത്. ശ്രീ കമ്മത്ത്, ആദ്യം തന്നെ അവിടുത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞാൻ എൻ്റെ സ്വകാര്യമായ നന്ദി അറിയിക്കട്ടെ. തീർച്ചയായും. മാത്രമല്ല, ഈ അവസരത്തിൽ പറയാനുള്ളത് റെയിൽവേക്കൊരു ധാർഷ്ട്യമുണ്ട്. ആർക്കും അവരെ തൊടാൻ കഴിയില്ല. ഞങ്ങൾ വ്യത്യസ്തമായ റൂൾസാണ്. അവിടെ അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് ആർക്കും ഞങ്ങൾ എന്തും ചെയ്യും, അതെല്ലാം നിങ്ങൾ സഹിച്ചോണം എന്നുള്ള രീതിയിലാണ്. ഏറ്റവും വലിയ മാലിന്യ വാഹിനിയാണ് ട്രെയിനുകൾ. അതുമാത്രമല്ല, മാലിന്യം നിറയുന്ന ഇടങ്ങളാണ് റെയിൽവേ സ്റ്റേഷനുകൾ. അവിടെ ടോയ്ലറ്റിലോ മറ്റോ പോകാൻ കഴിയില്ല. അവിടുത്തെ റിട്ടയറിംഗ് റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റിംഗ് ഷെഡിലോ പോയി ഇരിക്കാൻ കഴിയില്ല. അവിടെ എല്ലാം ദുർഗന്ധമാണ്. അപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരുടെ ഒരു കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം. മാലിന്യത്തിലൂടെയാണ്, മാലിന്യവാഹിനി മാത്രമല്ല പലതരം രോഗാണുക്കളുടെ വഹിക്കുന്ന ഈ വെഹിക്കിൾസ് ആണ് ഈ ട്രെയിൻസ് എന്ന് പറയുന്നത്. പലതരം രോഗാണുക്കൾ. അപ്പോൾ അത് പൊതുവെ കണ്ടുവരുന്നുണ്ട്, ചോരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ സഹിച്ചോണമെന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്ന ടിക്കറ്റ് ചാർജ് നിങ്ങൾ തരണം, ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ധാർഷ്ട്യം. പൊതുവെ പണ്ട് മുതലേ ഉള്ള ധാർഷ്ട്യം, ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യമാണ് ഇപ്പോഴും. റെയിൽവേക്ക് പൊതുജനങ്ങളോടൊരു വെല്ലുവിളിയുണ്ട്. അതുണ്ട്. അത് പൊതുവെ ഞങ്ങളെ ആരും തൊടാൻ കഴിയില്ല, ഞങ്ങൾക്ക് വേറെ പോലീസാണ്, ഞങ്ങളുടെ റൂൾസ് വേറെയാണെന്നുള്ള രീതിയിലാണ് അവരുടെ പൊതുവേ ഉള്ളത്. ഇതൊരു ജനകീയ ഡെമോക്രാറ്റിക് രാജ്യമല്ലേ?
ഇവിടെ അങ്ങനെ ഒരു ധാർഷ്ട്യം കാണിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇതിന്റെ ഉത്തരവാദി, ഇതിന്റെ നരഹത്യാ ശ്രമത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും അവിടുത്തെ നഗരസഭയ്ക്കും അവിടുത്തെ മറ്റ് ഏജൻസികൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടെങ്കിലും പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ റെയിൽവേക്ക് മാത്രമാണ്. നരഹത്യാ ശ്രമത്തിന് ബഹുമാനക്കത്ത ഹൈക്കോടതിയിൽ നഗരസഭ കേസ് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷേ താങ്കൾ പറയുന്നത് അല്ലേ? നോട്ടീസൊന്നും പോരാ, അതൊക്കെ കടലാസല്ലേ, അതൊക്കെ അവിടെ ഇരിക്കും. നോട്ടീസൊന്നും പോരാ, വളരെ ശക്തമായ നടപടി എടുക്കുകയാണ് വേണ്ടത്. മന്ത്രിസഭയിൽ ചർച്ചയാകണം. അത് മാത്രമല്ല, ഇവർക്കെതിരെ ശക്തമായ നടപടി. ഇനി ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സംഭവം 1.5 ദിവസമായിട്ട് കുറെ മനുഷ്യർ അവിടെ ആ മാലിന്യത്തിൽ കിടക്കുകയാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ വാർത്തകളിൽ മൊത്തം അതാണ്. ഇങ്ങനെ ഇത്രയും സാഹസപ്പെട്ട് അവർ ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ അത് വരുത്തി വെച്ചവര് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അവര് ഉദാസീനമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അതൊന്നും അവരെ ഈ കുറ്റത്തിൽ നിന്നും അവരെ രക്ഷിക്കാനൊന്നും കഴിയില്ല. കാരണം അവര് ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാണ്. റെയിൽവേ നഗ്നരായി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. അപ്പൊ അവരെ അതിനുള്ള ശ്രീ പ്രതാപ് കുമാർ, താങ്കളൊരു മുൻ ഫയർ സ്റ്റേഷൻ ഓഫീസറാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ നടത്തുന്ന ശ്രമം. കാരണം ഫയർഫോഴ്സ് എന്തുമാത്രം ജനങ്ങളുമായി അടുത്തിരിക്കുന്ന സംവിധാനമാണെന്ന് പല ഘട്ടങ്ങളിൽ ബോധ്യമായിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ദിവസങ്ങളായി വല്ലാതെ അത് കേരളീയൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. കാരണം സംസ്ഥാന ഫയർഫോഴ്സ് നടത്തുന്ന സേവനം, സ്കൂബ ഡൈവിംഗ് ടീമൊക്കെ അതിനടിയിലേക്ക്, ആ മാലിന്യത്തിലേക്ക് ഊളിയിട്ട് അതിന് അടുത്തുകൂടി പോകാൻ പോലും നമ്മൾ അറയ്ക്കും. അതിന് അടിയിലൂടെ ഊളിയിട്ട് നല്ല യോഗ്യരായ ചെറുപ്പക്കാർ അതിൻ്റെ അടിയിലൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വലിയ അർത്ഥത്തിൽ അവരോട് സ്നേഹം തോന്നുന്നു. ഒരു ജീവൻ രക്ഷിക്കാനാണ് ജീവൻ പണയം വെച്ച് അവരിങ്ങനെ പോകുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോൾ വലിയ അർത്ഥത്തിൽ അവരോട് സ്നേഹം തോന്നുന്നു. എന്തൊക്കെയാണ് താങ്കൾ ഈ സ്ഥിതിഗതികളെയൊക്കെ വിലയിരുത്തി, താങ്കളുടെ ഒരു അനുഭവ പരിജ്ഞാനത്തിൽ ഈ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു വസ്തുതയെ താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA പ്രശാന്ത് സാർ സംസാരിച്ചു. അതുപോലെ നമ്മുടെ ഒരു എഫിഷ്യന്റ് ഓഫീസറായിരുന്ന ഗോപകുമാർ സാർ സംസാരിച്ച് ഞാൻ കേട്ടായിരുന്നു. പിന്നെ കമ്മത്ത് സാറും വളരെ റീസണബിളായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമാണ് എന്നിലേക്ക് എത്തിയത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഈ വിഷയത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഇത് മാനേജ് ചെയ്യാമായിരുന്ന സൊല്യൂഷൻ ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇനിയെങ്കിലും വൈകാതെ അത് കേരളത്തിൽ ചെയ്യട്ടെ. ഈ ഡ്രൈനേജുകളിലേക്ക് ഒരു മെറ്റൽ നെറ്റ് ഇട്ടിരുന്നുവെങ്കിൽ, ഒരു ബോട്ടിൽ കടന്നു പോകാത്ത വെള്ളം മാത്രം ഒഴുകുന്ന ഒരു നെറ്റ് ഇട്ടിരുന്നെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. അത് എൻ്റയർ ഡ്രൈനേജുകളിൽ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യേണ്ടിയുണ്ട്. അതിൽ ഉദാഹരണങ്ങൾ വേറെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയേണ്ടിയുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. കരമന റിവറിന് ഒരു 2 കുട്ടികളെ ഒക്കത്ത് ചേർത്ത് കെട്ടിക്കൊണ്ട് ഒരു പെൺകുട്ടി, പാപ്പനംകോട് കരിമം ഭാഗത്തുള്ള ഒരു പെൺകുട്ടി ചാടി ആത്മഹത്യ സംഭവം ഓർക്കുന്നുണ്ടാവും. അപ്പൊ അന്ന് ആ സെർച്ചിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഇതിനേക്കാൾ കരമനയാർ ഭയങ്കരമായി കുത്തി ഒഴുകുന്ന സമയത്തായിരുന്നു. NH ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ് എത്രയും വേഗം ബോഡി എടുത്തു തരണമെന്നും പറഞ്ഞ് ഹൈവേയിൽ വയലന്റ് ഉണ്ടാക്കി അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ. ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ ബോഡിയെ സെർച്ച് ചെയ്തെടുക്കാൻ, ഇത്രയും ഫ്ലോയിങ്ങിൽ എടുക്കാൻ കഴിയാതെ വളരെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ അത് കണ്ടെത്തുകയും ആ വിഷയം തൽക്കാലം കെട്ടടങ്ങുകയും. പക്ഷെ തുടർന്ന് ഞാൻ വെറുതെ ഇരുന്നില്ല. ബന്ധപ്പെട്ട ഏജൻസികളെയൊക്കെ ബന്ധപ്പെട്ട് ആ പാലത്തിന്, ഇറിഗേഷനെയും NHനെയും ഒക്കെ ഇടപെട്ട് പാലത്തിൽ നിന്നൊരു കുട്ടിക്ക് ചാടാൻ പറ്റാത്ത രീതിയിൽ ഒരു നെറ്റ് ഇപ്പൊ അവിടെ ഉണ്ട്. അതുപോലെ ആക്കുളം പാലത്തിൽ പോയി നോക്കിയാലും ഇപ്പൊ അവിടെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഇത്തരം ഇടപെടലുകളാണ് നമുക്ക് അനിവാര്യമായി തുടങ്ങേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ താങ്കൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്റ്റേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആയിരുന്നു, റിട്ടയർ ചെയ്ത ആളാണ്. ക്ലാസ്സുകളുടെ പരിചയത്തിലായിരിക്കാം ധാരാമയോട് എൻ്റെ നമ്പർ തന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പെട്ടെന്ന്, എനിക്കിപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ എല്ലാവരും പങ്കുവച്ചതുപോലെ 18 നമ്മുടെ ഓഫീസേഴ്സ് വെള്ളത്തിൽ നിൽക്കുന്നവരുടെ ഫാമിലി ഈ ജോയിയുടെ ഫാമിലിയേക്കാൾ നീറി നിൽക്കുകയാണ്. കാരണം ഇവർ ബ്രീത്ത് ചെയ്യുന്നത് എന്താണെന്ന് അവർക്കും അറിയാം, വീടുകളിൽ ഇരിക്കുന്നവർക്കും അറിയാം. അത്യാവശ്യം മീഡിയ കാരണം മറ്റുള്ളവർക്കും ഇപ്പം മനസ്സിലായിക്കാണ്. ഇവർ ബ്രീത്ത് ചെയ്യുന്നത് ഒരിക്കലും ഓക്സിജൻ അല്ല. ഇവരുടെ ഹെൽത്ത് ഇഷ്യൂ ഏത് വഴിക്ക് എങ്ങോട്ട് വഷളാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം. അപ്പൊ അവർ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവനോ കുടുംബത്തെ പോലും ഓർക്കാതെ ആ പോയ ജീവൻ, ആ വീട്ടിലെ നിലവിളി അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിൽ ആ രൂപമെങ്കിലും കാണിക്കാൻ കഴിയുമെന്നുള്ളൊരു അറ്റംപ്റ്റാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ മാക്സിമം പ്ലസ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതേവരെ ഇത്രയും ശ്രമകരമായൊരു ദൗത്യം, ഇതിനേക്കാൾ മാരകമാണെന്ന് തോന്നിച്ചിട്ടുള്ള പലതും വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ശ്രമകരമായി 30 മണിക്കൂർ പിന്നിട്ടിട്ട് ഒരു ആശ്വാസം വരാത്തൊരു ദൗത്യം
അതും ഫയർഫോഴ്സിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഇപ്പോൾ. കാരണം പത്മകുമാർ സാറായാലും നൗഷാദ് സാറായാലും ഇന്ന് നേതൃത്വം കൊടുക്കുന്ന നേതൃനിര ഗംഭീരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എത്രയും അർപ്പണബോധമുള്ള ഒരു ടീം മുൻപൊന്നും ഫയർഫോഴ്സിൽ വന്നിട്ടില്ല എന്നുള്ളതും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടിയുണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെ അവർ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടും പത്മകുമാർ സാർ ലൈവായി ഇടപെടുന്നത് കൊണ്ടും തന്നെ നിൽക്കുന്ന ടീമിന്റെ ആത്മവിശ്വാസം വേറെ ഒന്നാണ്. അല്ലാതെ ഒരു ടീമിന് ഇങ്ങനെ തുടരാൻ കഴിയില്ല. തീർച്ചയായും. ശ്രീ വി കെ പ്രശാന്ത് MLA തന്നെ. ശ്രീ വി കെ പ്രശാന്ത്, ഇവിടെ ഉയർന്നു വന്നൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ജോയിയെ കണ്ടെത്തുക, അതിൻ്റെ ശ്രമം എവിടം വരെയായി എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. കാരണം ആ സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ. വി ശിവൻകുട്ടിയായാലും മന്ത്രി വി ശിവൻകുട്ടിയായാലും മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും താങ്കളും ഒക്കെ അടക്കമുള്ളവർ. അപ്പോൾ എവിടം വരെയായി എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നൽകണം. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഇപ്പോൾ കേരളത്തിന് വളരെ പ്രിയപ്പെട്ടവരാണ്. അവരെ ആ അർത്ഥത്തിൽ തന്നെയാണ് കേരളം കാണുന്നത്. ഓരോ നിമിഷവും നമ്മൾ സോഷ്യൽ മീഡിയയിലും ഞങ്ങളുടെ ഡെസ്കുകളിലേക്ക് വരുന്ന ടെലിഫോൺ കോളുകളിലും ഒക്കെ അത് പ്രതിഫലിക്കുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കുന്ന സംവിധാനം ഇപ്പോൾ തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും അവർക്ക് ചില ക്രമീകരണങ്ങൾ വരുത്തണം എന്നാണ് വിദഗ്ധനായ ശ്രീ പ്രതാപ് കുമാർ കൂടി പറയുന്നത്. അതെ 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 തീർച്ചയായിട്ടും. ഞാനുള്ളത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ രക്ഷാപ്രവർത്തനം നടക്കുന്നത് നമ്മുടെ പവർ ഹൗസ് റോഡ് ഭാഗത്തുള്ള അവിടെയാണ് പ്രധാനമായിട്ടും രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും മികച്ച നിലയിലുള്ളൊരു പ്രവർത്തനമാണ് ഫയർഫോഴ്സ് ആയാലും NDRF ടീമായാലും നഗരസഭയുടെ ശുദ്ധീകരണ വിഭാഗം തൊഴിലാളികളായാലും പോലീസായാലും ഒക്കെ ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് ഈ വെള്ളത്തിലിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും എലിപ്പനി തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ പടരാതിരിക്കാനുള്ള ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് അടക്കം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടക്കം നൽകിക്കൊണ്ടുള്ള പ്രതിരോധ നടപടികളുമായിട്ടും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മേയർ ഇവിടെയുണ്ട്, മറ്റ് കൗൺസിലർമാരുണ്ട്, എല്ലാ വിഭാഗം ആൾക്കാരും ജനപ്രതിനിധികളടക്കം. ഇപ്പോൾ നെയ്യാറ്റിൻകര MLA ശ്രീ ആൻസലൻ, നമ്മുടെ CK ഹരീന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇവിടെ വരികയുണ്ടായി. അപ്പോൾ ആ നിലയിൽ മുഴുവൻ പേരും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശ്രീ ജോയിയെ ഇപ്പോൾ ഏതാണ്ട് 30 മീറ്റർ വരെ ഉള്ളിലേക്ക് നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീം പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്ലഷിംഗ് മെത്തേഡ് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഷട്ടർ സ്ഥാപിച്ച് വെള്ളം അണകെട്ടി നിർത്തി തുറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന തള്ളലിൽ മാലിന്യങ്ങളും ഒപ്പം ജോയിയെ അടക്കം കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു ഏറ്റവും പുതിയ വിവരമാണ്. അതായത് ശക്തിയായി വെള്ളം ഒരു വശത്ത് നിന്ന് ചീറ്റി വിടുക, അതിനുശേഷം അപ്പുറത്ത് നിന്ന് അത് ഫിൽട്ടർ ചെയ്ത്, അങ്ങനെയാണോ? അതിനുള്ള ക്രമീകരണങ്ങളാണോ ശ്രീ പ്രശാന്ത്? അതെ 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 അതിനുള്ള ക്രമീകരണം. അപ്പോൾ നേരത്തെ നമ്മൾ ഈ കനാൽ ശുചീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം അതാണ്. നമ്മൾ ഷട്ടർ സ്ഥാപിച്ച് വെള്ളത്തെ ബ്ലോക്ക് ചെയ്ത് നിർത്തി വെള്ളം ശേഖരിച്ച് പിന്നീട് ഷട്ടർ തുറന്ന് വെള്ളം വലിയ ശക്തിയിൽ തുറന്നു വിടുക. ഇപ്പോൾ ജോയി അപകടത്തിൽപ്പെടുന്നു അങ്ങനെയാണ്. ഇവർ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മഴയാണ് വലിയ ഒഴുക്കുണ്ടായത്. ആ ഒഴുക്കിൽപ്പെട്ടിട്ടാണ് ജോയി ഒഴുകിപ്പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേ ഒരു രീതി തന്നെ ഈ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ഇറിഗേഷൻ വകുപ്പും നേരത്തെ ഈ ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരുടെയും ഒക്കെ അഭിപ്രായം. അപ്പോൾ അതാണിപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10-30 മീറ്റർ മാത്രമാണ് ഈ ടണലിനകത്ത് മാലിന്യം ഉള്ളത്. അപ്പോൾ അത് ഈ ശക്തിയായിട്ടുള്ള ജലപ്രവാഹത്തിൽ അതും ഒഴുകി മറുകരയിലേക്ക് വരികയും അവിടെ നെറ്റ് സ്ഥാപിച്ച് മാലിന്യം ഉൾപ്പെടെ ജോയി ഉണ്ടെങ്കിൽ ജോയി ഉൾപ്പെടെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നൊരു കാര്യം. എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂബ ഡൈവിംഗ് ടീമായാലും ഫയർഫോഴ്സ് ആയാലും മറ്റുദ്യോഗസ്ഥരായാലും അവരെല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭാവിയിലേക്കുള്ളൊരു ചൂണ്ടുപലക കൂടി ആകേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയും നഗരസഭയും PWDയും മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻലാൻഡ് നാവിഗേഷനും നമ്മുടെ കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ നടത്തേണ്ടത്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യോജിച്ചുകൊണ്ടുള്ള നടപടികളെടുക്കണം. MPമാരും MLAമാരും മേയർ ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളെല്ലാവരും ഈ കാര്യത്തിൽ യോജിച്ച് നിന്ന് നഗരത്തിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും മാലിന്യമില്ലാതാക്കാനും വലിയ പരിശ്രമം നടത്തണം. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് അടക്കം ശേഖരിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ അത്തരമൊരു സംവിധാനം ഉള്ളപ്പോൾ എന്തിനാണ് മാലിന്യം വലിച്ചെറിയുന്നത്? അപ്പോൾ ആ ഒരു ക്യാമ്പയിന് കൂടി നമുക്ക് തുടക്കം സഹകരിക്കാറുണ്ടോ? ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒക്കെ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാൻ റെയിൽവേ ഏതെങ്കിലും ഘട്ടത്തിൽ കോർപ്പറേഷനോട് സഹകരിക്കാറുണ്ടോ? നിങ്ങൾ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെല്ലണം, അല്ലാതെ
അല്ല, ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത്. പല ഘട്ടങ്ങളിലും റെയിൽവേക്ക് ലഭിച്ചിട്ടുള്ള ഓഡിറ്റ് പരാമർശങ്ങളായിക്കോട്ടെ, NGTയുടെ പരിശോധനാ റിപ്പോർട്ടുകളായിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനകത്ത് വേണ്ടത്ര രീതിയിൽ നടത്തേണ്ട മാലിന്യ പരിപാലന സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വിമർശന വിധേയമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മാലിന്യം എവിടേക്കാണ് പോകുന്നത്? ട്രാക്കിലേക്ക് തുറന്നുവിടുന്ന ഒരു സംവിധാനമാണല്ലോ ഈ പരിഷ്കൃത സമൂഹത്തിലും ഇപ്പോഴും അവലംബിച്ച് മുന്നോട്ട് പോകുന്നത്. ടാങ്കുകൾ നിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തീവണ്ടിയല്ല, മറ്റു ചില വണ്ടിയായിട്ടാണ് അടുത്തൂടെ പോകുമ്പോൾ തോന്നുന്നത്. അത്രയ്ക്ക് ദുർഗന്ധമാണ് സമീപത്തൊക്കെ. അതെ, അത്തരമൊരു അനുഭവം നമുക്കുണ്ട്. നമ്മുടെ തിരക്കേറിയ ട്രെയിനുകളിൽ കയറി ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പോയാലുള്ള അവസ്ഥ എന്താ? അപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ പുതിയ വികസിത ലോകത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ട്രെയിനിനകത്തോ പ്ലെയിനകത്തോ ബസ്സിനകത്തോ പോലും ഏർപ്പെടുത്താൻ ഇന്ന് കഴിയും. അപ്പോൾ അത്തരമൊരു സംവിധാനം റെയിൽവേ സ്റ്റേഷനകത്ത് ഏർപ്പെടുത്താൻ എന്താ തടസ്സം? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ഓരോ ട്രെയിനുകളിൽ നിന്നും ടൺ കണക്കിന് മാലിന്യം. തീർച്ചയായും ഇതൊരു വലിയ സൂചകമാണ്. ഇതിൽ വലിയ അർത്ഥത്തിൽ അടിവരയിടേണ്ടതാണ്. നവോത്ഥാന കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ അനാസ്ഥയുമായി ഇനി റെയിൽവേക്ക് മുമ്പോട്ട് പോകാനാകില്ല. ജനാധിപത്യ മാർഗത്തിൽ നിയമപരമായും ജനാധിപത്യ മാർഗത്തിലുള്ള എല്ലാ പ്രതിഷേധങ്ങളും തീർത്ത് റെയിൽവേ ആ അർത്ഥത്തിൽ തന്നെ കേരളത്തോട് ഉത്തരവാദിത്തം കാണിക്കണം എന്നതിനുള്ള സൂചകം കൂടിയാണ് ഈ ജോയി എന്ന മനുഷ്യൻ ഇപ്പോൾ കാണാതായതും അതുമായി ബന്ധപ്പെട്ട തെരച്ചിലുകളും കൂടി എടുക്കേണ്ടതുണ്ട്. കാരണം ചരിത്രവും ഓരോ വർത്തമാനവും ഒക്കെ നമുക്ക് നാളത്തേക്കുള്ള പാഠങ്ങളാണല്ലോ. അതാണ് ശ്രീ VK പ്രശാന്ത് പറഞ്ഞത്. അതുപോലെ നിർണായകമാണ്, അത് അടിവരയിടേണ്ടതാണ്. ശ്രീ G ഗോപകുമാർ, എന്താണ് ഇനിയുള്ള പ്രതിസന്ധിയായി പറയുന്നത്? ഇപ്പോൾ ഈ 30 മീറ്ററോളം വരുന്ന ടണൽ ഭാഗത്ത് സ്കൂബ ഡൈവേഴ്സിന് കയറാൻ വയ്യ. അവർ അതിൻ്റെ പകുതി ഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്നൊരു ഘട്ടമുണ്ട്. അവർ പിന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അവർ മനുഷ്യരാണല്ലോ. അതിനുശേഷം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വെള്ളം ശക്തിയായി ചീറ്റി അതിന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. അവിടെ എന്തായാലും ജോയി ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ചീറ്റി ഇപ്പുറത്തേക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും മുൻകാല അനുഭവം ഉണ്ടോ? അത് സമഗ്രമാകുമോ? സാർ എന്നോടാണോ ചോദിച്ചത്? അതെ, ശ്രീ ഗോപകുമാർ. തീർച്ചയായും ഈ പറയുന്ന ഓക്കെ, താങ്ക് യു. അവിടെ ഈ പറയുന്ന മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 1.5 ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായി അവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാൻ പവറും അതോടൊപ്പം തന്നെ വൈദഗ്ധ്യവും കൂടാതെ ഉപകരണങ്ങളെല്ലാം തന്നെ അവിടെ വിനിയോഗിച്ചിരിക്കുകയാണ്. അതും വ്യക്തമായി നമുക്ക് എല്ലാ മാധ്യമങ്ങളിലൂടെയും വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാം. കൂടാതെ ഇതിനേക്കാളൊക്കെ വലിയ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെളിക്കുണ്ടുകളിലും പാറ കുഴികളിലുമൊക്കെ ജോലി ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ ഒരുപാട് ജീവനക്കാരെ വീഡിയോയിൽ എനിക്ക് കാണാം. പഴയ ഒരുപാട് പരിചയക്കാരെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരിതൊക്കെ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു ഓപ്ഷനായി മുമ്പോട്ട് വെക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഒഴുകി വരുന്ന സ്ഥലത്തെ ആ അഴുക്ക് ജലപ്രവാഹത്തെ തടഞ്ഞു നിർത്തി, കുറേ നേരത്തേക്ക് തടഞ്ഞു നിർത്തി ശേഷം തുറന്നു വിടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫ്ലാഷ് ഫ്ലഡിങ്, ആ ഒരു തള്ളലിൽ ഈ മാലിന്യം മറുവശത്തേക്ക് നീങ്ങി വരികയും അതിനോടൊപ്പം നമ്മൾ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടി അതിലേക്ക് വെളിയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇനി അവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അറിഞ്ഞതും നമ്മുടെ ബഹുമാന്യനായ MLA പ്രശാന്ത് സാർ ഇപ്പം പറഞ്ഞതും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യുന്നത് ഒരു പുതിയ ദൗത്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് തൊട്ട് മുമ്പ് ബ്രഹ്മപുരം അനുഭവം ഉണ്ടായി, അതിനു മുമ്പ് ഉരുൾപൊട്ടലിൽ പുത്തുമലയും മറ്റും അനുഭവങ്ങളുണ്ടായപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവിടെ പരീക്ഷിച്ച് നോക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് വിജയകരം ആകും. മറ്റുള്ള പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികൾ അവിടെ വിജയിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുന്നതാണ്. ഇത് തീർച്ചയായും ഇതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. കാരണം ഈ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇവിടെ മാലിന്യം നീക്കം ചെയ്യുന്ന തൊഴിലാളികൾ പോലും അകത്തുള്ള മാലിന്യത്തെ നീക്കം ചെയ്യാനായി ഇത്തരം സ്ട്രാറ്റജികൾ എടുക്കാറുണ്ടെന്നുള്ളത് അത് ഇവിടെയും തീർച്ചയായും. ശ്രീ കമ്മത്ത്, ഈ നേവിയുടെയും എന്താണ് ആർമിയുടെയും ഒക്കെ സഹായം സംസ്ഥാനം തേടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ. അവർക്കെത്തിയാൽ ഇത് സക്ക് ചെയ്ത് മാറ്റാവുന്ന ചില കാര്യങ്ങളെങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ്. താങ്കളുടെ അനുഭവത്തിൽ അത് സമഗ്രമാകുമോ?
അല്ല, അവര് ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ആളുകളാണ്. വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥകൾ അതിജീവിച്ച് വന്നിട്ടുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് പുതിയ മാർഗങ്ങളുണ്ടാവും, പുതിയ ഉപകരണങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു ദൗത്യം വിജയകരമാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷെ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഇതൊരു സൂചകമാണ്, ഇതൊരു വലിയ സൂചകമാണ്. നമുക്കിനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പരസ്പരം പഴിചാരിയിട്ട് തൽക്കാലം നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുമാത്രമല്ല, ജനങ്ങളുടെ സഹകരണം വേണം. ജനങ്ങളാണല്ലോ ഈ മാലിന്യം സൃഷ്ടിക്കുന്നത്, ജനങ്ങളാണ്. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്, അവിടെ മാലിന്യം ഇടാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള, അതായത് പ്ലാസ്റ്റിക് കുപ്പി ഇടാനൊന്ന്, മറ്റേ പേപ്പർ ഇടാൻ പ്ലാസ്റ്റിക് പേപ്പറുകൾ ഇടാൻ മറ്റൊന്ന്, സാധാരണ പേപ്പർ ഇടാൻ, അങ്ങനെ വേറൊരു കാര്യമുണ്ട്. വെക്കുന്നുണ്ട് ഈ സംരംഭങ്ങളൊക്കെ നമ്മുടെ സംവിധാനം, ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സംവിധാനം, ഹരിത സേനയെ അടക്കം നിരവധി സംരംഭങ്ങളുണ്ട്. പക്ഷെ ഇതുമായി സഹകരിക്കുന്ന ഒരു പൗരബോധം നമുക്കില്ല. അപ്പോൾ ഈ മാലിന്യ സംസ്കരണങ്ങളുടെ കാര്യത്തിൽ ഒരു സാക്ഷരത ആ അർത്ഥത്തിൽ നമുക്ക് വേണം. കുട്ടികളെ മുതൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ അല്ലെങ്കിൽ 1.5 വർഷത്തെ ശ്രമം കൊണ്ട് ഏകദേശം 50% മാലിന്യം പലയിടങ്ങളിലും കുറഞ്ഞായിട്ട് കാണുന്നുണ്ട്. പക്ഷെ 50% ഇനിയും ബാക്കിയുണ്ട്. കാരണം ഈ വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകളിൽ നിന്നൊക്കെ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഈ തോടും ആറും പുഴയും എന്ന് പറഞ്ഞാൽ മാലിന്യം ഒഴുക്കി വിടാനുള്ള എന്തോ ഒരു ഏർപ്പാടാണെന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിചാരം. അപ്പം അങ്ങനെ ഒരു മനോഗതി മാറണം. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യത്തിന്റെ അവശിഷ്ടങ്ങൾ എത്തുന്നത് അടുത്തുള്ള കിണറുകളിലും പുഴകളിലും ഒക്കെയാണ്. അവിടെ ആളുകൾ കുടിക്കുന്ന വെള്ളം ഇത് കലർന്നതാണ്. അവിടെ ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഈ മാലിന്യം കലർന്ന വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ബോധ്യം വേണം. റെയിൽവേ ഉൾപ്പെടെ, ചിലപ്പോൾ റെയിൽവേക്ക് അവിടെ ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം. അവരൊക്കെ ഉപയോഗിക്കുന്നത് ഈ മാലിന്യം കലർന്ന വെള്ളമാണ്. ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോകാനുള്ള വഴിയാണ്. അതായത് മഴ പെയ്യുമ്പോൾ, കേരളം മഴ സംസ്ഥാനമാണ്, മാസങ്ങളോളം അവിടെയാണ് റെയിൽവേ ഇങ്ങനെ മാലിന്യം ഡംപ് ചെയ്ത് അതിന്റെ മുകളിൽ ട്രാക്കും സിഗ്നലും ഒക്കെ ആയിട്ടിരിക്കുന്നത്. വളരെ ഗൗരവമായ പ്രശ്നം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ. ശ്രീ കമ്മത്ത് സാർ, അരയ്ക്കൊപ്പം അഴുക്കുവെള്ളത്തില് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഒരു അവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിന് കാരണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ തോട്ടിൽ മാലിന്യം നിറയുന്നതാണ് അവിടെ വെള്ളം നിറയുന്നതിന് കാരണമെന്ന് ഇപ്പോഴാണ് ബോധ്യം വരുന്നത്. അത് വെള്ളം ഒഴുകി പോകാനുള്ള വഴി ആഴം ഇപ്പോഴാണ് പിടികിട്ടിയത്. അത് ശരിയാണ്. പലരും അത് പറഞ്ഞ് ഞാൻ കേൾക്കുകയും ചെയ്തു. ശ്രീ പ്രതാപ് കുമാർ, ഇവിടെ ഏറ്റവും വലിയ ക്രൂരമായ മറ്റൊരു തമാശയുണ്ട്. അപ്പൊ ഈ ആമയിഴഞ്ചാൻ തോട് റെയിൽവേയുടെ അധീനതയിലൂടെ ഒഴുകുന്ന പ്രദേശം, അതിന് ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ ടണൽ, അങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോട് ഈ റെയിൽവേയുടെ പ്രദേശം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു വലിയ ഇരുമ്പ് വേലിയുണ്ട്. അതുകൊണ്ട് ജോയി മിസ്സായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ കിടക്കും. തപ്പിയാൽ നമുക്ക് പിടികിട്ടും. അത് ആ ഘട്ടത്തിൽ ജീവനോടെ എങ്കിൽ ജീവനോടെ, ഈ ഘട്ടത്തിലും ജീവനോടെ എങ്കിൽ ജീവനോടെ, എന്ത് മിറാക്കിളാണെങ്കിലും. അപ്പോൾ ജോയിയെ കണ്ടെത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഈ റെയിൽവേയുടെ അതിരുകൾ വിടുന്ന സ്ഥലത്തുള്ള ഇരുമ്പ് വേലി നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് പോയി നോക്കുമ്പോൾ ആ വേലിയൊക്കെ തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അതുവഴിയും പുറത്തേക്കങ്ങ് പോകാം. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. ശ്രീ പ്രതാപ് കൊണ്ട് ദ്രവിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സിറ്റിലേക്ക് ഇദ്ദേഹം വരേണ്ടതുണ്ട്. സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു 2 മിനിറ്റ് സമയം തരണം. തീർച്ചയായും കേൾക്കാവോ? ഞാൻ പറഞ്ഞത് നല്ലവണ്ണം കേൾക്കാം. പറഞ്ഞോളൂ ശ്രീ പ്രതാപ്. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് ആദ്യം മുതലല്ല, കഴിഞ്ഞ 30 മണിക്കൂർ പിന്നിടുന്നതിന് ശേഷം തോന്നിയ ഒരു അനുഭവം പറഞ്ഞാൽ ഈ അവസരത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം ഒഴുകിപ്പോയത് കണ്ടു എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ വിസിബിൾ ഏരിയയിലുണ്ടോ? അവരോട് അതൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ ഭാഗത്ത് ഒരു വേസ്റ്റിനെ കടന്നു പോകാൻ, ഒരു വാട്ടർ ബോട്ടിലിനെ കടന്നു പോകാൻ കഴിയാത്ത സ്ഥലത്തുകൂടെ ജോയി എങ്ങനെ കടന്നു പോയി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയുണ്ട്. പിന്നെ അവിടെ നിൽക്കുന്നവരുടെ ടോക്സിസിറ്റി, അതിന്റെ ആങ്ഷ്യസ് ഗോപകുമാർ സാറ് പറഞ്ഞു, വളരെ മാരകമാണ്. അതവിടെ നിൽക്കട്ടെ. അതിനിപ്പം ഡയലൂട്ട് ആവുന്ന ഓക്സിജൻ കിട്ടുന്ന അവരൊക്കെ അവൈലബിൾ ആക്കുക മാത്രമാണ് അവിടെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടിയുള്ളത്. ഇതിന്റെ മറ്റേ എൻഡെന്ന് പറയുന്നത് പാർവതി പുത്തനാറിലാണ് പോയി പതിക്കുന്നതെന്നാണ് ഇപ്പൊ അറിയുന്നത്. നമ്മുടെ ഈ ഡ്രെയിനേജിന്റെ എൻഡ് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ സാറ് പറഞ്ഞതുപോലെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നെറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തകർന്നു പോയെങ്കിൽ പാർവതി പുത്തനാർ ഭാഗത്തേക്കെങ്കിലും എത്തണമായിരുന്നല്ലോ, ഇത്രയും നേരത്തെ ഒഴുക്കുകൊണ്ട്.
അപ്പോൾ അതും നമുക്ക് അത്ര വിശ്വാസ്യമല്ല, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരോട് അത്ര എനിക്ക് യോജിപ്പില്ല, തൃപ്തിയില്ല. പിന്നെ ഈ ആൾ മിസ്സിങ് എന്നുള്ളത് ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുപോലത്തെ എത്രയോ സിറ്റുവേഷനുകളിൽ ഈ നെയ്യാർ ഡാമില് മായം എന്ന ഭാഗത്ത് ഒരാൾ മിസ്സായി പുഴയിൽ പകുതി ദൂരം എത്തിയപ്പോൾ നീന്തി താഴ്ന്നു പോയി. അതുകൊണ്ട് ഫയർഫോഴ്സ് വരണമെന്ന് പറഞ്ഞ് ചുമതല വഹിച്ചൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അന്ന് നെയ്യാർ ഡാം സ്റ്റേഷനിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ ഭയങ്കരമായി ജനക്കൂട്ടമുണ്ട്, വയലന്റ് ആണ്. അടയാളമായി പറയുന്നത് 2 സ്ലിപ്പറുകളും ഒരു സോപ്പും കരയിൽ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ വിസിബിൾ ഏരിയയിലോ നമുക്ക് നീന്താൻ കഴിയുന്ന ഭാഗത്തോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ വൈകുന്നേരത്തിന് മുമ്പേ സ്കൂബ ടീമിനെ എത്തിച്ചു. സ്കൂബ ഇന്ന് അവിടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മിടുക്കന്മാരുണ്ടായിരുന്നു. പ്രേമകുമാറുണ്ട്, സുഭാഷ് ഉണ്ട്, ബിനോയ് വിശ്വമുണ്ട്. ഇവരെല്ലാവരും എക്സ്പേർട്ടുകളാണ്, അതായത് 100 മാർക്കാണ് അവർക്ക് ഇതുവരെയും. അപ്പൊ അവര് ഒക്കെ വന്ന് നോക്കിയിട്ട് രാത്രിയിൽ കിട്ടിയില്ല, പിറ്റേന്ന് ഉച്ചവരെ നോക്കിയിട്ട് കിട്ടിയില്ല. ചുരുക്കി പറയുകയാണ്, ഈ അവസരത്തിൽ പറയാമെന്ന് എനിക്കറിയില്ല, ഇതൊരു ഫാൾസ് മെസ്സേജ് ആയിരുന്നു. ആക്ച്വലി ഒരു മാൻ മിസ്സിംഗ് മാത്രമായിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡന്റ് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. പല ഫാൾസ് മെസ്സേജുകൾ, ഇതിനെ അങ്ങനെ ആണെന്ന് ഞാൻ പറയുകയല്ല. ഈ 30 മണിക്കൂർ പിന്നിടുകയും ഇത്രയും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടും ഒരു സൂചന പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ സംശയം, എന്റെ എക്സ്പീരിയൻസിന് ഞാൻ ഈ അവസരവശാൽ പറഞ്ഞുകൂടായെങ്കിൽ തീർച്ചയായും അതൊരു മനുഷ്യൻ അത്രയേറെ അതിലേക്ക് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അത്രയേറെ അവിടേക്ക് തൻ്റെ മനസ്സിനെ പരകായ പ്രവേശം ചെയ്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് ഒരിക്കലും ഒരു നിന്ദിക്കലല്ല, പക്ഷെ ഒരു സാധ്യതയാണ്. കാരണം താങ്കളുടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ ജി ഗോപകുമാർ അത്തരം സാധ്യത ഇവിടെ ഇല്ല. കാരണം 2 തൊഴിലാളികൾ കൂടെ ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടു, അവർ കണ്ടു ഇദ്ദേഹം ഒഴുകിപ്പോകുന്നത്. നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ കൂടെ ഇല്ല. കാരണം നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾക്ക് ഈ സമഗ്രമായി കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അവരുടെ നിർദ്ദേശപ്രകാരമാണ് റെയിൽവേ പോലീസ് ഫയർഫോഴ്സിനെ ബന്ധപ്പെടുന്നത്. അവരെ എത്രയും വേഗം പോലീസിന്റെ ഒരു ചോദ്യം ചെയ്യലിന് നമുക്ക് ഒന്നുകൂടെ കിട്ടേണ്ടിയുണ്ട്. അവരെ ഉപദ്രവിക്കാനല്ല, അവര് കണ്ടു എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യവും നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും വലിയ അറ്റംപ്റ്റ് നടത്തിയിട്ട് എക്സ്പേർട്ടുകളാണ് അവിടെ നിൽക്കുന്നത്, മിടുമിടുക്കന്മാരാണ് അവിടെ നിൽക്കുന്നത്. അവർ എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് പറയുകയല്ല. അപ്പൊ അവർക്ക് ഇത്രയും നേരത്തെ അറ്റംപ്റ്റിന് റിസൾട്ട് വന്നില്ല എങ്കിൽ there is something wrong somewhere എന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ റെയിൽവേയുടെ അനാസ്ഥയെ പറ്റി പറഞ്ഞു സാറേ, എന്റെ കേൾക്കാമോ എന്തോ? ഞാൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ 2:45 എടുക്കാൻ പോകുന്ന ട്രെയിനിനകത്തുകൂടെ ഫയറിന്റെ ഹോസ് ഇട്ട് കാട്ടുതീ അണച്ചു കൊടുത്തൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അവർക്ക് വണ്ടി സിഗ്നലായി നിങ്ങൾ ഹോസ് മാറ്റാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നേരം പോകത്തോണ്ട് വന്നതല്ല, നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. അവർക്ക് അവരുടെ പുരയിടത്തിൽ 2 ആൾ പൊക്കത്തിൽ കാട്ടു ചെടികൾ കരിഞ്ഞു നിൽക്കുമ്പോൾ പോലും അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് തിരുവനന്തപുരം സിറ്റി 10 പ്രാവശ്യം കത്തിക്കത്തക്ക രീതിയിൽ 72 വാഗൺ ഡീസലും പെട്രോളുമാണ് ക്യാരി ചെയ്ത് പോകുന്നത്. ഇതിനകത്താണ് കാട്ടുതീ ഉണ്ടായിരിക്കുന്നത്. എത്രയെങ്കിലും തവണ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് ഒരു സംഭവമൊന്നും അല്ല. അപ്പൊ അവരുടെ അനാസ്ഥയെ പറ്റി നമുക്ക് ഇപ്പൊ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അത് പക്ഷെ അവരുടെ അനാസ്ഥ ചർച്ച ചെയ്യണം, അവരുടെ അനാസ്ഥ ചർച്ച ചെയ്തേ പറ്റൂ. അങ്ങനെ മൂടി വെക്കാനാകില്ല. കാരണം മനുഷ്യരുടെ ജീവനാണ്. താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഈ റെയിൽവേ അവരുടെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി ആണെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആധുനിക നിയമങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ ഫ്രീസ് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള വകുപ്പുകളുണ്ട് ഇത്തരം സമീപനങ്ങൾ എടുത്താൽ. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ജി ഗോപകുമാർ, ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി. ഇതിപ്പോൾ ജോയിയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം ഏതാണ്ട് 30 മീറ്ററുകൾ മാത്രമേ ഇനി നമുക്ക് അരിച്ചു പറക്കാനുള്ളൂ. അവിടെ കൂടി നോക്കിയാൽ ഒരു പക്ഷേ ജോയിയെ ഏതാണ്ട് ഉറപ്പാണ്. അതായത് ആമയിഴഞ്ചാൻ തോടിൻ്റെ അപ്പുറം ഭാഗത്തേക്ക് കടന്നു പോയിട്ടില്ല എങ്കിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നാം ചെയ്യേണ്ട ചില ദൗത്യങ്ങളുണ്ട്. അത് റെയിൽവേ ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ജനങ്ങളും പൗരന്മാരും എന്ന നിലയിൽ നാം ഓരോരുത്തരും എന്തൊക്കെയാണത്? തീർച്ചയായും അതിൽ ആദ്യത്തെ കാര്യം, ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ സെർച്ച് അല്ലെങ്കിൽ ഒരു അർബൻ സെർച്ച് ലെവലിലുള്ള ആ ഒരു അന്വേഷണം നടക്കുന്നത് ആ റെയിൽവേ കോമ്പൗണ്ടിൽ ഉൾപ്പെടുന്ന 120 മീറ്ററിന് താഴെയാണ്. അപ്പം ഇവിടെ നമുക്ക് സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ജോയി എന്ന് പറഞ്ഞ അദ്ദേഹം തീർച്ചയായും അതിനിടയിൽ എവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട്, കൂടുതലും ജീവനോടെ തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് എല്ലാവരും അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ മറ്റുള്ള സാധ്യതകൾ ഇപ്പോൾ എടുക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം നമുക്ക് ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ പറയുന്ന ബാക്കി സ്ഥലങ്ങളിലൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ സെർച്ചിങ് നടത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നമുക്ക് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും. കാര്യം ഇന്നുവരെ
അടുത്ത കാലത്തെങ്ങും ആരും അതിൻ്റെ ഉൾവശങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മറ്റ് കൂടുതൽ ഖരവസ്തുക്കൾ തങ്ങിക്കിടപ്പുണ്ടോ, അതിലെവിടെയെങ്കിലും ഇത് കുടുങ്ങിക്കിടക്കുകയാണോ ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻവിധിയില്ലാതെ ഈ രക്ഷാപ്രവർത്തനം തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. രണ്ടാമത് ഈ അദ്ദേഹം താങ്കൾ പറഞ്ഞതുപോലെ ഈ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കുന്ന പോലെ ഉത്തമ ബോധ്യത്തോടുകൂടി അത് മുന്നിൽ കണ്ടാൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പോലും എൻവയോൺമെൻറ്റൽ സയൻസ് EVS എന്ന പേരിൽ KG ക്ലാസ്സുകൾ മൂലം പഠിക്കുന്നുണ്ട്. അതിലവർ പ്രധാനമായും പഠിപ്പിക്കുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അപ്പോൾ ഇത് മുകളിലുള്ള ക്ലാസ്സുകളിലേക്കും പോകുന്നുണ്ട്. ഒരുപക്ഷെ അറിയാൻ പോകുമ്പോൾ UGCയുടെ നെറ്റ് പരീക്ഷയിൽ പോലും ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞ അടുത്ത വർഷം മുതലുള്ള 2024 ഡിസംബർ മുതലുള്ള UGC നെറ്റ് പരീക്ഷകളിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തി. പക്ഷേ അതിന് മുമ്പ് തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തീർച്ചയായും ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരേ സമയം ഇത്തരത്തിലുള്ള ഓടകളിൽ അപകടം അല്ലെങ്കിൽ ഓടൽ അടയുന്ന താൽക്കാലിക വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എല്ലാ രീതിയിലും മാലിന്യം എന്ന് പറയുന്നത് ഒരു ഭവിഷ്യത്തായി തന്നെ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇത് ഓരോ പൗരനും ആ ഉത്തരവാദിത്തത്തോടെ അത് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ പറയുന്ന നമ്മൾ ഈ അവസരം ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. മാലിന്യത്തെ ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്താൻ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ വേണ്ടി വരുന്നുള്ള ദുഃഖകരമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത് കൂടുതൽ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ചിന്താഗതികൾ ഉയർന്നു വരണം. ഇത് കൂടുതൽ കാർക്കശ്യത്തോടുകൂടി നിയമങ്ങൾ നടപ്പിലാക്കപ്പെടണം. ഈ മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് കൂടുതൽ ഊർജ്ജസ്വലമായി ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ ഇല്ലാതാകുന്ന എല്ലാ കാര്യങ്ങളും ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, താങ്കൾക്ക് ഈ തമ്പാനൂരിൻ്റെ സ്വഭാവം കൃത്യമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഈ നമ്മൾ കാണുമ്പോൾ ഇതൊരു വലിയ ഓട എന്ന അർത്ഥത്തിലാണ് ഈ ആമയിഴഞ്ചാൻ തോടിനെ നമ്മളൊക്കെ കണ്ടിരുന്നത്. കുറേ മാലിന്യങ്ങളുണ്ട്, അത് ചിലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ അടിത്തട്ടിൽ ഇത്രയേറെ ടണലുകളിലൂടെ പരന്നൊഴുകുന്നതാണിത്. ഇതിൻ്റെ വ്യാപ്തി ഒരു മനുഷ്യൻ പെട്ടെന്ന് അവരുടെ കൺമുന്നിൽ വെച്ച് വീണൊഴുകുകയാണ്. പിന്നീട് ആ മനുഷ്യനെ കണ്ടെത്താനാകാത്ത വിധം 2 ദിവസം പരിശോധന നടത്തേണ്ട ഒരു സ്ഥലമാണ്. അത്രയേറെ ആഴവും നിഗൂഢതയും അതിനുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിരന്തരം അതിൻ്റെ മുകളിലൂടെ നടന്നിട്ടും. ശ്രീ കമ്മത്ത്, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ കാര്യം മാത്രമല്ല, പേരാണ്ടൂർ കനാൽ, മുല്ലശ്ശേരി കനാൽ, കനോലി കനാൽ, കേരളത്തിൽ എമ്പാടുമുള്ള ഇത്തരത്തിലുള്ള കനാലുകളെല്ലാം വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികളാണ്, മാലിന്യം ഒഴുക്കാനുള്ള തോടുകളല്ല. അപ്പൊ അങ്ങനെയാണ് അത് വിഭാവനം ചെയ്തുകൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ വെള്ളം ഒഴുകാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള കനാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്വന്തം മാലിന്യം. ഈ പ്രതാപ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീ പ്രതാപ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വെള്ളം പോകുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ഏതെങ്കിലും ഖരമാലിന്യങ്ങളോ പ്ലാസ്റ്റിക്കോ വന്നാൽ അത് തടസ്സപ്പെടുത്താൻ ചിലയിടത്തൊക്കെ ഇരുമ്പ് മെറ്റൽ ഷീൽഡ് ഉണ്ട്. പക്ഷേ അത് പ്രായോഗികമാണോ എല്ലായിടത്തും? ഇല്ല, മാലിന്യം തോടിലേക്ക് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തോടിനെ അതിന്റെ പാട്ടിന് വിടുക, നദികളെ പാട്ടിന് വിടുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മാലിന്യം ഒഴുക്കാതിരിക്കുക. അതായത് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും കണക്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള തോടുകളിലേക്കാണ്. ഇവിടെ എറണാകുളത്ത് വൈറ്റിലൊക്കെ അടുത്തൊരു വലിയ ഫ്ലാറ്റുകളിൽ നിന്നും എല്ലാത്തരം മാലിന്യവും നമ്മുടെ കണിയാമ്പുഴയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമുച്ചയങ്ങൾ, വാണിജ്യ സമുച്ചയങ്ങൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, എല്ലായിടത്തെയും മാലിന്യങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് ഒരിക്കലും ആവർത്തിക്കാം. എറണാകുളത്ത് കളക്ടേഴ്സ് ബംഗ്ലാവിന് മുമ്പിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് താമസിക്കുന്ന സ്ഥലത്തിന് മുമ്പിലുള്ള ഹോട്ടലിൽ നിന്ന് മാലിന്യം നേരിട്ട് ഓടയിലേക്ക് ഒഴുക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും സ്ഥിതി ഇത് തന്നെയാണ്. അപ്പം പലയിടങ്ങളിലും, അതായത് കേരളത്തിന്റെ മിക്ക ജില്ലകളിലെയും സ്ഥിതി ഇത് തന്നെയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരാതെ സ്വന്തം മാലിന്യം സ്വയമായി ശ്രീ കമ്മത്ത്, സ്ഥാനം തെറ്റിയ ഊർജ്ജ സ്രോതസ്സാണ് മാലിന്യം എന്നൊക്കെയാണ് ശാസ്ത്രീയ വിവക്ഷ. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ പൗരന്മാർക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു നിസ്സംഗതയുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായും ശ്രീ പ്രതാപ് കുമാർ, ഇനിയുള്ള മാർഗങ്ങൾ ഓരോന്നും എണ്ണുകയാണ്. അത് വളരെ നിർണായകവുമാണ്. എല്ലാ വിധത്തിലുമുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് നാം മുമ്പോട്ട് പോകുന്നത്.
മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളും അടക്കം, റെയിൽവേയുടെ അഹങ്കാരവും നിസ്സംഗതയും അടക്കം, റെയിൽവേയുടെ നിസ്സംഗത ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം താങ്കളും താങ്കളുടെ അനുഭവങ്ങളിൽ അത് പറയുകയും ചെയ്തു. അവരുടെ തന്നെ റെയിൽവേ പ്രോപ്പർട്ടിയിലെ തീ അണയ്ക്കാൻ സംസ്ഥാന ഫയർഫോഴ്സിന് ഓസ് പിടിച്ചപ്പോൾ എന്താണ് അവർ പറഞ്ഞതെന്ന്? വണ്ടി എടുക്കാൻ സമയമായി പോയി, നിങ്ങൾ ഇതൊക്കെ റിലീസ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ ട്രെയിൻ ഓടാൻ നിൽക്കുന്ന ട്രെയിനിനകത്തുകൂടിയാണ് ലൈൻ എടുക്കേണ്ടി വന്നത്. മറ്റു മാർഗമില്ല അവിടെ ഫയർ കൺട്രോൾ ചെയ്യാനായിട്ട്. അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിസ്സംഗതകളൊക്കെ മാറ്റണം. അതിനുള്ള ജനാധിപത്യ മാർഗത്തിൽ ചുട്ട മറുപടികൾ നൽകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും അതൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ശ്രീ പ്രതാപ് കുമാർ. തീർച്ചയായിട്ടും റെയിൽവേയുടെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലായ്മ ഈ സംഭവത്തിന്റെ തന്നെ യഥാർത്ഥ പ്രതി നമ്മൾ വസ്തുതാപരമായി പറഞ്ഞാൽ ഗോപകുമാർ സാറ് പറഞ്ഞ പോലെ അൺസേഫായ സിറ്റുവേഷനിലേക്ക് അവരെ ഡെപ്യൂട്ട് ചെയ്ത ആളുകൾ, നിയോഗിച്ച ആളുകൾ തന്നെയാണ് പ്രതി. അതിൽ വേറെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി എന്താണ്? ഇത്രയും ഭയാനകമായ അവസ്ഥയിലേക്കാണ് നിങ്ങൾ കയറേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. എങ്കിൽ ജോയി ഈ അബദ്ധം കാണിക്കില്ലായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി, അതെ തീർച്ചയായും വളരെ കാതലായ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ കമ്മത്ത്, ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി. അതായത് ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ആധുനിക സമൂഹത്തിൽ, ശാസ്ത്രീയമായി ഇത്രയേറെ മനുഷ്യൻ വികസിച്ച സമയത്ത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അത് പറഞ്ഞ ഒരൊറ്റ നേതാവേ എൻ്റെ ശ്രദ്ധയിലുള്ളൂ. അത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, ഇതൊക്കെ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു നൗഷാദ് കോഴിക്കോട് ഓടയിൽ വീണ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കുന്നതിന് ശേഷം ഉണ്ടായ സമയത്തും കണ്ടാണ് തോന്നുന്നു ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, ഈ ഓടകളും മറ്റും വൃത്തിയാക്കാൻ മനുഷ്യർ നേരിട്ടിറങ്ങാതെ അതിന് യന്ത്രം ഉപയോഗിക്കണമെന്ന്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം. പൂർണ്ണമായും ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരു പരിധിവരെ അങ്ങനെ ആകുന്നു എന്നൊക്കെയാണ് വാർത്തകളിൽ കേട്ടിട്ടുള്ളത്. സമഗ്രമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലേക്ക് നമ്മൾ മാറണ്ടേ? ശാസ്ത്രത്തെ അങ്ങനെ മനുഷ്യത്വപരമാക്കി നമുക്ക് ഉപയോഗിക്കണ്ടേ? ശ്രീ കമ്മത്ത്. ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കിണറിറക്കിയ തുടങ്ങിയൊക്കെ അപകടകരമായ കാര്യമാണ്. കാരണം അതിനകത്ത് ഓക്സിജൻ കുറവാണ്, തലയിറങ്ങി വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല അതിനകത്ത് ഹൈഡ്രജൻ സൾഫൈഡ് മീഥേനും ഒക്കെ നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കിണറിറക്കിയ ഇത്തരത്തിലുള്ള മാൻഹോളിലേക്ക് ഇറങ്ങുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് മനുഷ്യർ ഇറങ്ങി ചെയ്യുന്നത് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉപകരണങ്ങളുടെ സഹായം തേടുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന് ധാരാളം ഏജൻസികളുണ്ടല്ലോ, ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ഏജൻസികളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു സ്റ്റാർട്ടപ്പാണ് ഇപ്പോൾ ഈ റോബോട്ടിക്സ് ആയിട്ട് സഹായിക്കുന്നതും. തീർച്ചയായും ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. എന്ന് ഓർക്കുക, നാം വലിച്ചെറിയുന്ന ഓരോ മാലിന്യത്തിനും ഇതുപോലെ ജീവൽ പ്രശ്നങ്ങളായി മാറാവുന്ന, നിരവധി പേരെ പ്രതിസന്ധിയിലാക്കാവുന്ന, നിരവധി ജീവനുകൾ പൊലിക്കാവുന്ന അപകടങ്ങളായി രൂപപ്പെടാനുള്ള ശക്തിയുണ്ട്. പണ്ട് ഒരു ചിത്രശലഭത്തിൻ്റെ ചലനങ്ങൾ ടൊർണാഡോ ആയി മാറുന്നുവെന്ന് നിരീക്ഷിച്ചതുപോലെ. എന്തായിരുന്നാലും നിസ്സംഗത, അത് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സംഗത കൂടി ഈ അർത്ഥത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. തുടർന്നും ഇപ്പോൾ നമുക്ക് ജോയിക്കായി വീണ്ടും തെരച്ചിൽ തുടരാം. അവൻ്റെ ജീവനോടെ അദ്ദേഹത്തെ രക്ഷിക്കാനായി നമുക്ക് പോരാട്ടം തുടരാം. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സിന് പ്രത്യേകിച്ചും നൽകുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും, തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.